നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ ഒരുപറ്റം ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ച വാർത്ത എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള കേരളത്തിലെ ഒരു വിഭാഗത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗുണ്ടായിസം ഇഷ്ടപ്പെടുന്ന മറ്റു ചിലർ സത്യം പുറത്തു വരരുത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലോ ഒന്നും പുറത്ത് ആരും പറയരുത്, അതുപോലെ കൊള്ളത്തരങ്ങൾക്ക് കൊടപിടിക്കേണ്ടതുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഷാജനെ ചീത്ത വിളിക്കുന്നതും കണ്ടു. അവനത് വേണം എന്നൊക്കെ പറയുന്നതും കേട്ടു. സത്യത്തിൽ അതൊരു വിവരക്കേടായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം എന്തെന്നറിയാം, ഷാജൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷാജൻ പറയുന്നത് മോശമാണെന്നുണ്ടെങ്കിൽ, നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അതാർക്കും പ്രയാസമൊന്നുമില്ലല്ലോ നിയമ നടപടി എടുക്കാൻ വേണ്ടിയിട്ട്. ഷാജനെതിരെ കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഷാജൻ നേരായ മാർഗത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ്. എനിക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. വലിയ വ്യവസായികൾ മുതൽ താഴേക്ക് ഉള്ള പലരും, ഇവിടെയുള്ള ലോക്കൽ സഖാക്കൾ വരെ കാണിച്ചു കൂട്ടുന്ന ചിലത് അദ്ദേഹത്തിന് അറിയാമെന്നുണ്ടെങ്കിൽ അത് പുറത്തു പറയുന്നുണ്ട്. ഇപ്പോൾ അൽമുക്താദർ ജ്വല്ലറിയെ കുറിച്ചുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ചാനലുകളും ഈ അടുത്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ലക്ഷങ്ങളുടെ പരസ്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് വാർത്തകൾ മുക്കിയിരുന്നു. സത്യത്തിൽ ഇന്ന് മറുനാടൻ പോലെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ, ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് മുക്കാതെ വാർത്ത ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുണ്ടായിസം കാണിക്കുന്നവർക്കും അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നവർക്കും കള്ളങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു പ്രയാസമായിരിക്കും, അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഷാജനെ പോലെയുള്ളവർ. അതുകൊണ്ടാണ് അവർ എതിർപ്പ് ഈ വിധത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അല്ലാതെ അവരുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഷാജൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഷാജൻ തെറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഷാജൻ സ്കറിയന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ 127 കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ചില കേസുകൾക്കൊക്കെ സുപ്രീം കോടതിയിൽ തന്നെ പോയി ജാമ്യം എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ച കേസുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിയില്ലെന്നേ. കാരണം കേസ് നിലനിൽക്കില്ല. FIR ഇടുന്നു അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പുകൾ ചെയ്യുന്നു എന്നതല്ലാതെ റിമാൻഡ് ചെയ്യിക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ പോലീസിന് കഴിയുന്നില്ല. അത് കള്ളക്കേസുകളാണ് എന്ന് തന്നെയാണ് അർത്ഥം. അതിനർത്ഥം ഷാജൻ പറയുന്നത് ശരിയാണെന്ന്. ഷാജൻ സ്കറിയ മറുനാടൻ ചാനലൊക്കെ ഇന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ നാളെ പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒട്ടേറെ അത് തന്നെയാണ് ഷാജന്റെ നിലനിൽപ്പിന് പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഭരണപരമായിട്ട് കുറേ പ്രയാസങ്ങളുണ്ടായിരുന്ന സമയത്ത് ഒരു സർക്കാർ എന്ന നിലയിൽ വളരെ എതിർത്ത് തന്നെയാണ് ഷാജൻ സ്കറിയ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. അന്ന് ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാനലില്ലായിരുന്നു, പക്ഷേ സാബു കൊട്ടോട്ടി എന്ന് പറഞ്ഞ എൻ്റെ ചാനലുണ്ടായിരുന്നു. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നേരെ തിരിയുന്നതാണ് കണ്ടത്. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്ന് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് ഇവിടുത്തെ പത്ര ചാനലുകൾ, അവരത് ഏറ്റെടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നവമാധ്യമങ്ങളായ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. സോഷ്യൽ മീഡിയക്കുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് ആരുടെയും കാശ് വാങ്ങി മുക്കണ പരിപാടി നടക്കൂല. ഏതെങ്കിലും ഒരാളത് മുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വേറൊരുത്തിന് അതെടുത്ത് പുറത്തിടും. അത് തന്നെയാണ് ഷാജനെ പോലുള്ളവരെ ഭയക്കുന്നതും. ഇതുവരെ എൻ്റെ കാഴ്ചയിൽ എന്തും വെട്ടിത്തുറന്ന് പറയാൻ കഴിവുള്ള, ഒരു മടിയുമില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വ്യക്തിപരമായി ഞാൻ അറിയുന്ന ഷാജൻ സ്കറിയ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളൊരു കർഷകനാണ്. പാടത്തും പറമ്പിലും കൈക്കോട്ടെടുത്ത് പണിയെടുക്കാൻ മടിയില്ലാത്തവനാണ്. അതുകൊണ്ട് അധ്വാനത്തിൻ്റെ വില നന്നായിട്ട് അറിയാം. അധ്വാനത്തിൻ്റെ വില അറിയാവുന്നവന് യൂണിയൻ ഗുണ്ടകളെ വിമർശിക്കാൻ കഴിയും. അതുപോലെ എന്താണ് പൊളിറ്റിക്സ് എന്ന് നന്നായിട്ട് അറിയാം. എന്താണ് രാഷ്ട്രീയം, എന്താണ് രാഷ്ട്രബോധം, എന്താണ് പൗരബോധം എന്ന് നന്നായിട്ട് അറിയാം. രാഷ്ട്രബോധവും പൗരബോധവും അറിയുന്നവന് രാഷ്ട്രത്തെയും പൗരനെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെട്ടവരുടെ അഴിമതികളും ഗുണ്ടായിസമൊക്കെ വിളിച്ചു പറയാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇതിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടൊന്നും ഷാജൻ സ്കറിയ മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ അത് ഇതിനോടൊപ്പം വർദ്ധിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, കുറയുമെന്നും എനിക്ക് തോന്നുന്നില്ല.
കാരണം അദ്ദേഹം മറുനാടൻ മലയാളി എന്ന ചാനൽ ഒരു കാലത്ത് പൂട്ടാനായിട്ട് ഇവിടെ 18 പണി എടുത്തതാണ്. അവിടെ PV അൻവർ, പിണറായി സഖ്യം എല്ലാവരും കൂടെ ചേർന്നിട്ട്, എം ആർ രാജ്കുമാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ചേർന്നിട്ട് അതിനുള്ള ഒരു വലിയൊരു പൂട്ടൽ നടത്തി നോക്കിയതാണ്. പക്ഷെ പരാജയപ്പെടുകയാണ് ചെയ്തത്. കുറച്ച് കമ്പ്യൂട്ടറും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോയി എന്നല്ലാതെ വേറെന്താ ചെയ്യാൻ പറ്റുന്നു? ഒരാളെ വായമൂടി കെട്ടാൻ പറ്റും? പറ്റില്ല. പക്ഷെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറുനാടിൻ്റെ കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ട് പോയപ്പോൾ പല ഭാഗത്ത് നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വാർത്തകളെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത് മറുനാടൻ്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. അത് അത്രത്തോളം സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് നമ്മൾ കാണാതിരുന്നൂടാ. അതുകൊണ്ട് ഈ പണി നിർത്തുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് നമ്മുടെ സഖാക്കൾക്ക്. കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് ഭരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭരിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കാതിരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാ, ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് നടക്കുക, അല്ലേ? നമ്മളിത് മലയാളികളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടേ, തിരിയുന്നവരാണ് നമ്മളൊക്കെ. അപ്പം ഞാനടക്കമുള്ള സാധാരണക്കാർക്ക് ഇത് തിരിയുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാനൊരു യാത്രയിലായതുകൊണ്ട് ഇതേക്കുറിച്ചൊക്കെ വിശാലമായി സംസാരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോഴും ഞാൻ യാത്രയിലാണ്, ബാഗ് തൂക്കി നടക്കുകയാണ്. വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് 1-2 കാര്യങ്ങൾ എപ്പോഴെങ്കിലും നെറ്റ് കിട്ടുന്ന സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത് കൂടി പറയണമെന്ന് കരുതിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, എന്നെ ജയിലിലിട്ട കഥ നിങ്ങൾക്കറിയാലോ. അതിനുശേഷം നമ്മൾ നാവടക്കിയിട്ടില്ല. അതിൻ്റെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ കേസാണ്. ഇനി എത്രണ്ണം വരാൻ കിടക്കണല്ലേ? സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, അതുപോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഒക്കെയാണ് അത് സംഭവിക്കുന്നത്. മുഖ്യധാരയിലെ മാധ്യമങ്ങളിലെ ചിലർക്കൊക്കെ എന്നെ പൊങ്കാലയിടാനും നിരത്തിയിട്ട് വലിയ വാർത്ത ചെയ്യാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. അവരത് ചെയ്യുകയും ചെയ്തു. സന്തോഷം, നമ്മളെ പ്രശസ്തി കൊണ്ടെത്തിക്കുന്നതിൽ. ഷാജൻ കുറച്ച് നേരത്തെ പ്രശസ്തി ആയിപ്പോയി, അതിൽ നമുക്ക് അസൂയുണ്ട്, അല്ലേ? പിന്നെ വയസ്സിന് മൂത്തൊരു മനുഷ്യനാണ് എന്നതുകൊണ്ട് അസൂയ തൽക്കാലം പത്തി മടക്കി വെക്കാണ്. ഏതായാലും ഇതിൽ എനിക്ക് വളരെ പ്രതിഷേധമുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് മെയിൻ സ്ട്രീം ചാനലുകളും പത്രങ്ങളും മാത്രമല്ല വാർത്ത പറയുന്നത്. എന്നെപ്പോലുള്ള സാധാരണക്കാർ, ഷാജൻസ്കറിയെ പോലുള്ളവരും സാധാരണക്കാരും വിളിച്ചു പറയാറുണ്ട്. അത് മുഖ്യധാരകൾ പറയാത്തത് കൊണ്ട് നമ്മൾ നമ്മുടേതായ ലെവലിൽ സ്റ്റൈലിൽ വിളിച്ചു പറയുന്നു. അത് കണ്ട് കുരുപൊട്ടുന്നവരും അതുപോലെ നില നഷ്ടപ്പെടുന്നവരും പ്രതികരിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അവർ പ്രതികരിക്കേണ്ടത് സത്യസന്ധമായും നീതിപൂർവമാണ് അവർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ നിയമം കൊണ്ടാണ് അവർ പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിച്ചുകൊണ്ട്, അവൻ്റെ ജീവൻ എടുത്തുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണെങ്കിൽ ഒരു ഷാജൻസ്കറിയ ഇല്ലാതെ വന്നാൽ 100 കണക്കിന് ഷാജൻസ്കറിയ ഉണ്ടായി വരും. ഇവിടെ പലരും ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയും അല്ലാതെയും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇവിടെ വേറെ കോൺഗ്രസിന് പ്രധാനമന്ത്രി ഇല്ലാതിരുന്നു. രാജീവ് ഗാന്ധിയെ ക്രൂരമായി കൊന്നുകളഞ്ഞു. എന്നിട്ട് വല്ല ഇതുണ്ടായി? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? കോൺഗ്രസിന് പിന്നെ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ലേ എന്നതുപോലെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും 1-2 പേരെ ഒന്നും പിടിച്ച് കൊന്നുകളഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ഇവിടെ ലോകം അവസാനിപ്പിക്കാനും പോകുന്നില്ല. ഒരു ഉറക്കം കൊണ്ടൊന്നും നേരം വെളുക്കില്ല. ചിലപ്പോൾ 1-2 ഉറക്കമൊക്കെ ഉറങ്ങും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഗുണ്ടായുസം അവസാനിപ്പിക്കുന്നതാണ് CPM നല്ലത്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരെയല്ലേ, കുറെ കിറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇമാതിരിയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയില്ലേ? മോശമല്ലേ? 3-4 എണ്ണത്തിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചെന്ന് അറിയുന്നുണ്ട്. സന്തോഷം പിടിച്ചതിൽ. അവരെ സംരക്ഷിക്കാതെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈകിയ സമയത്ത് എന്ത് പറയാം, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു എന്ന് പറയാം. പക്ഷെ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം സിദ്ധാർത്ഥിൻ്റെ കേസിലായാലും മറ്റു പലരുടെയും കേസിലായാലും അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇതും ഷാജൻസ്കറിയ കൊല്ലപ്പെട്ടില്ലല്ലോ. അതിലുള്ള നിരാശയായിരിക്കും ഒരു പക്ഷേ കൊലയാളികൾക്കും ഇനി മുതൽ അവരെ സംരക്ഷിക്കുന്നവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഷാജൻസ്കറിയയ്ക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ പ്രവർത്തനത്തിനും. പിന്നെ വാർത്തകൾ ചിലപ്പോൾ അബദ്ധം വരാറുണ്ട്, അത് പിന്നെ തിരുത്താറുമുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ച എൻ്റെ ആദ്യ 2 വീഡിയോകളെ കുറിച്ച് ഇപ്പോൾ കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു വ്യക്തി അത്തരത്തിൽ പെടാൻ പാടില്ലായിരുന്നു. സംശുദ്ധമായ ഒരു രാഷ്ട്രീയമായിരിക്കണം പൊതുപ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞു. അത്തരത്തിലൊരു സംസാരം വന്നതിനെ ഞാൻ എതിർത്തു. അതിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ രാഹുലിനെ വളഞ്ഞ പഞ്ഞിക്കിട്ട് മൂലക്കിരുത്തി തല്ലിക്കൊല്ലാൻ നോക്കുന്ന ആ ശ്രമത്തെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാം, അല്ലാതെ അയാളെ തല്ലിക്കൊല്ലണമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ഷാജൻസ്കറിയെ ഞാൻ കാണുന്നത്. ഷാജൻസ്കറിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ ചില വാർത്തകൾക്കും മറ്റു ചില കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വിയോജിപ്പുള്ളതാണ്. അത് അത്ര തന്നെ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും നോക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തോട് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാം. അത് അദ്ദേഹം തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തിരുത്തും. അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകും. അല്ലാതെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഗുണ്ടായിസമാണ്. അത് ജസ്റ്റിസ് അല്ല. CPM-ൻ്റെ അണികളായാലും ഇനി മറ്റാരെങ്കിലും ആയാലും ഉത്തരവാദിത്വം ആർക്കായാലും അതുകൊണ്ടൊന്നും നമ്മൾ പറയില്ല ഒരു ഉറക്കം കൊണ്ടൊന്നും നേരം വെളുക്കില്ല എന്നുള്ളത്. അതെല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു ഷാജൻസ്കറി, ഒരു സാബു കുട്ടോട്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കൊന്നവസാനിപ്പിക്കാനാണെങ്കിലേ കുറേ എണ്ണത്തിനെ കൊല്ലേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.